ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലാസ്റ്റ് നമ്മൾ ഡയമി ലൈഫ് എടുത്തപ്പോൾ ചേട്ടൻ്റെ കല്യാണം അന്ന്. അപ്പോൾ അതിൻ്റെ തലേന്നത്തെ വീഡിയോയും കല്യാണത്തിൻ്റെ എല്ലാം കൂടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടിയാറയുടെ ഒരു നമ്മൾ ഫ്ലവർ ഗേൾസിനുള്ള ടിയാറയാണ്. അപ്പോൾ അതിലൊരു 3 ഇപ്പോൾ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ബാക്കി എല്ലാവരും ഇതാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഹെവി എന്നല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടാണ് പോകുന്നത്. അങ്ങനെ കൂടുതലായിട്ട് മേക്കപ്പും ആഡംബരങ്ങളൊന്നും ഇല്ലാണ്ടാണ് പോകുന്നത്. അപ്പോൾ അതാ ഞാൻ എന്തൊക്കെയോ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ വേറൊരു ഇൻട്രോ എടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇൻട്രോ വേണ്ടാന്ന് തോന്നിയപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഗോൾഡൊക്കെ ഇടാൻ പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ ഇടാറൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ തന്നെ തിരിച്ച് വിട്ടു. അതിന് ശേഷം ഇതാ പിന്നെയും വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതേപോലെ തന്നെ പറഞ്ഞ് അങ്ങനെ തന്നെ തിരിച്ച് വിട്ടു. അങ്ങനെ അതാ എല്ലാം കഴിഞ്ഞൊരു 4 മണി 4:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളതാ പോകാൻ വേണ്ടി ഇറങ്ങാണ്. അപ്പോൾ അത് ഔണ്ടിയൊക്കെ ഫസ്റ്റ് ഡേ കയറി ഇരിക്കുന്നുണ്ട്. പാൻറ്റൊന്നും ഇട്ടിട്ടില്ല എന്നുള്ളൂ. ഫസ്റ്റ് ഡേ കയറി ഇരിപ്പായി അവൻ. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പാടെ തന്നെ നമ്മൾ ജ്യൂസൊക്കെ പിടിച്ച് പിള്ളേരെ ഡാൻസ് സെറ്റാക്കായിരുന്നു. നാളേക്കുള്ള ഡാൻസിൻ്റെ റിക്വസ്റ്റ് നോക്കായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ മധുരങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമുക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഉണ്ണി നല്ല അലമ്പായിരുന്നു. അപ്പോൾ അത് അമ്മമ്മ പോയിട്ട് മധുരം കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ണി അലമ്പായേക്കാണ് നമുക്ക് അവിടുത്തെ വീഡിയോസ് അന്നത്തെ ഇത്ര തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നമുക്ക് ബാക്കി ടിയാറസൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഇതാണ് നമ്മുടെ ഫ്ലവർ കേട്ടോ. പിന്നെ എൻ്റെ ബ്ലൗസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ബ്ലൗസ് പകുതിയൊക്കെ വെച്ചിരിക്കുകയാണ്. നമ്മൾ രാവിലെ തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ പോയിട്ടോ. നമ്മളൊന്ന് ഡാൻസ് ജസ്റ്റ് വെച്ചിട്ട് പോയിട്ടോ. നമ്മൾ ഇവിടെ എല്ലാവരും കൂടെ വേഗം തന്നെ യാത്രയ്ക്ക് വേഗം തന്നെ പോവാണ്. പ്രത്യേകിച്ച് യാത്ര പോകുന്നില്ല, അവർക്ക് തിന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ. പിന്നെ ചുമളാണെങ്കിൽ പാട്ടൊക്കെ ഒന്ന് സെറ്റ് നടക്കാണ്. എൻ്റെ സുപ്രസ് വരുന്നുണ്ട്. കുടിക്കണ്ടേ? ഇത് കൊണ്ടോക്കോ. അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ തലേന്ന് ചെറുതായിട്ട് ജലദോഷത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേദന മെഡിസിൻ കൊടുത്തതാണ്. അവനാണെങ്കിൽ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഈ മരുന്ന് മാത്രമാണ് ആകെ കഴിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അവന് അതൊക്കെ കൊടുത്തു. പിന്നെ വണ്ടിയിലായ കാരണം പിന്നെ അവൻ തിരിച്ചങ്ങനൊന്നും പറയില്ല, വേദന കുടിച്ചു. മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേഗം പോകാൻ നോക്കണം കേട്ടോ. എന്നാൽ നമുക്ക് ടൈമില്ല, വൈകിട്ടാണ് മാരേജ്. അപ്പോൾ പോയിട്ടില്ല തിരിച്ച് വരണം. തട്ടി കഴിഞ്ഞാ ഹലോ പൊക്കോന്നോ? അപ്പൊ ആരാ വണ്ടി എടുക്കണേ? അപ്പൊ മിമ്മിയോ? മിമ്മിയും തനാനും കൂടി വണ്ടി പോണില്ലല്ലോ. തനാനും ഓടിച്ചിട്ട് എന്താ പോവാത്തെ? പോണില്ലല്ലോ. തനാനെ ഓടിക്കാറിയില്ല. അയ്യേ. അപ്പൊ നമ്മള് പ്രാക്ടീസിന് വേണ്ടി പോവാണ് കേട്ടാ. ഇതെല്ലാരും വണ്ടിയിൽ കയറ്റിട്ടുണ്ട്. ഞമ്മയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം. ഓക്കേ, ടാറ്റാ. ഹായ് കൊടുക്കുവോ വാവാ? എല്ലാവർക്കും ഹായ് കൊടുക്കുവോ? അപ്പോൾ അമ്മ പാത്രമൊക്കെ ഇത് ഇന്നലെ ഫുഡ് കൊണ്ടുവന്നതിൻ്റെ ബാക്കി കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി. എല്ലാവരും എന്താ ഇരിപ്പായിട്ട് വന്ന പാടത്തിൽ ഇരിക്കുകയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഗേൾസിൽ നോക്കണം. അത് കഴിഞ്ഞ് പോകണം. അപ്പോൾ 2 അത് ഇവിടെ കയറി നിൽക്കുന്നുണ്ട്. അവരെന്തോ ഷോർട്സ് ഞാൻ എന്തോ വീഡിയോ എടുക്കണ്ട. അപ്പോൾ അത് കണ്ടപാടെ കൊടുക്കുന്നുണ്ട് അങ്ങോട്ട്. അപ്പോൾ ആ ഡാൻസിൻ്റെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ സ്റ്റേജിൻ്റെ അവിടേക്ക് പോയിട്ടോ. സ്റ്റേജൊക്കെ ഒന്ന് നോക്കാനും പിന്നെ സ്പേസൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടേക്ക് പോവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം. അടിപൊളി സ്ഥലമായിരുന്നു. ആംബിയൻസൊക്കെ സൂപ്പറായിരുന്നു.
ഞാൻ അപ്പോൾ അവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 11 മണിക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാം നോക്കി ഫ്ലവർ ബെഡ്സിൻ്റെ എൻട്രിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് പോയത്. അപ്പോൾ നമ്മളതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് വേഗം തന്നെ പോന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഒരു കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ പോലെ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് വേഗം തന്നെ വീട്ടിലേക്ക് പോന്നു. कुछ ऐसा बेखुस दिल को हो हमारे खुशियाँ जेम जेबत बतरहीन खुशियाँ महे दे कुछ ऐसा लगन ये लम्हे महे ये लम्हे ഇങ്ങനെ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി നമ്മൾ തമിഴ്നാട് ഡാൻസൊക്കെ നോക്കിയിട്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ താലി കെട്ടി വയ്ക്കാനായിട്ട് പോയി. നമ്മൾ പള്ളിയിൽ കെട്ടുന്ന താലി ഉണ്ടല്ലോ, സാരിയുടെ നൂലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിനുള്ള സാരിയുടെ നൂലൊക്കെ എടുക്കുകയാണ്. ഓൾറെഡി അവരെടുത്ത് വെച്ചിട്ടുണ്ടാവും. നമുക്കതൊന്ന് എത്ര 5 or 10 അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ള കിട്ടാൻ ഒരു വൈറ്റ് നൂലൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മന്ത്രകോടി. നമ്മൾ പള്ളിയിൽ വെഞ്ചരിച്ചിട്ട് കിട്ടുമല്ലോ അത്. പിന്നെ ഇത് അവൻ്റെ വെഡ്ഡിങ് റിങ്ങാണ്. പിന്നെ ചെയ്യനും അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചെയ്യാൻ. പിന്നെ ലോക്കറ്റും. അപ്പോൾ അതാ ഇവിടെ താലി കിട്ടുന്നതാണ്. പിന്നെ ഇതെന്താ ചോറും വെച്ച് ഉറച്ചിരിക്കാനായിട്ട് ചോറും വെച്ച് അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി വരുന്ന വഴിക്ക് ഡ്രസ്സ് ഉറങ്ങിയിട്ടാണ്. അപ്പം ഞാൻ ചുമട് അങ്ങനെ തന്നെ അവളുടെ കയ്യിലായിരുന്നു. അപ്പം അങ്ങനെ തന്നെ കൊണ്ട് കിടത്തിക്കൂടി എന്ന് പറഞ്ഞത്. കിടത്താൻ പോകുന്ന സമയമാകുമ്പോഴത്തേനും അവൾ എഴുതിച്ചിട്ട് അവൾക്കാണെങ്കിൽ മുഖത്തിൽ ഒരെണ്ണം ഓപ്പണാക്കിയിട്ടുണ്ടായുള്ളൂ. അതിന് ശേഷം വേഗം തന്നെയല്ല ഓരോരുത്തരായിട്ട് യാത്രയാവാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മളെൻ്റെ കെട്ടിയാറ ഇതേപോലെ സെറ്റൊക്കെ ചെയ്തിട്ടല്ല തലയിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അവരെ തന്നെ ഓരോരുത്തരെ യാത്രയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ യാത്രയായിട്ടാണ് സെറ്റ് ചെയ്യാറ്. അതിനിടയ്ക്ക് 2 പേർക്ക് ബാക്കിൽ വേണ്ട ഫ്രണ്ടിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് ജോമോൾക്കും തെരസ്ക്കും നമ്മൾ ഫ്രണ്ടിലാണ് കേട്ടോ വെച്ച് കൊടുത്ത്. കുഴപ്പമുണ്ടായിരുന്നില്ല, ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മളെല്ലാവരെയും മേക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അപ്പുറത്ത് എല്ലാവരും മേക്കപ്പൊക്കെ ഇട്ടിട്ട് വണ്ടിയിൽ കയറി. അമ്മ നല്ല ചിരിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിച്ചതാട്ടോ, എല്ലാ പല്ലും പുറത്ത് കഴിച്ചിട്ട്. അപ്പോൾ ചോമോൾ ഇപ്പോഴും ചോമളുടെ സ്പേസ് എന്ന് പറഞ്ഞാൽ അതായത് എൻ്റെ അമ്മയും കാര്യമാണ്. അപ്പോൾ അവളത് പറയാണ് ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി കേട്ടോ. നമ്മൾ എത്തിയ സമയത്ത് ഈ ആൾക്കാരൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ ആ സിട്രസ് ഒന്നും കാണിക്കാൻ പറ്റാണ്ടിരുന്നാവും, ഫുൾ ബിസി ആയിരുന്നു. അവന് വേഗം തന്നെ വണ്ടിയിലിരിക്കുക അങ്ങനെയൊക്കെ ആയ കാരണം നമുക്ക് അവനെ വീഡിയോ എടുക്കാൻ കിട്ടാതിരുന്ന കേട്ടോ. പിന്നെ ഇവിടെ ഫോട്ടോ സെക്ഷനും നമ്മൾ ഫസ്റ്റ് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥനയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നടക്കണേ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങ് അവരെ ഇറക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ചേട്ടൻ്റെ പെങ്ങൾ. അവർ പോന്നിട്ടുള്ളൂ. അപ്പോൾ കുർബാന തുടങ്ങി പകുതി എടുത്തതിന് സിട്രസ് പുറത്തിറങ്ങിയിട്ടോ. അവന് ബിസ്ക്കറ്റ് വേണം, വെള്ളം വേണം, പിന്നെ കളിയായി. അപ്പോൾ ഇവിടെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ് അമ്മാമ്മയും മോനും. ഞാനും കുറച്ചേരൊക്കെ ഇരുന്നുട്ടോ. പിന്നെ ഞാൻ അകത്ത് പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് കിൻഡർ ജോയ് വേണമെന്ന് പറഞ്ഞ വാശിയായി. അപ്പോൾ നമ്മൾ കിൻഡർ ജോയ് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് 2 ആൾക്കും കിൻഡർ ജോയൊക്കെ വാങ്ങി കൊടുത്ത് സെറ്റാക്കിയിട്ട് വീട്ടിൽ പോകുന്നു. അപ്പോഴത്തേക്കും കുർബാനയുടെ ഒരുവിധം പകുതി കഴിഞ്ഞിട്ടുണ്ട്, താലികെട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ 2 പേരും ഫാമിലി എന്ന് പറയാനായിട്ട്. അത് കഴിഞ്ഞതാ നമ്മൾ വേഗം തന്നെ സ്റ്റേജിൻ്റെ അടയ്ക്ക് വന്ന് പാട്ടൊന്നും സെറ്റാക്കാൻ വേണ്ടി വന്നു കേട്ടോ. നമ്മൾ പെൻ ഡ്രൈവ് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. അത് കഴിഞ്ഞ് വേഗം തന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി. അവർ വീട്ടിൽ വന്ന് കയറേണ്ട സമയമായിട്ടോ. വീട്ടിൽ വന്ന് കയറിയിട്ടാണ് പിന്നെ
തിരിച്ച് നമ്മൾ പ്രോഗ്രാം നടത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ വേഗം തന്നെ വീട്ടിലോട്ട് പോയിട്ടാണ്. പിന്നെ മാമയുടെ വോയിസ് പ്രത്യേകം കട്ട് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം മാം ഇതേപോലെ എന്തോ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. എന്നെ അറിയണവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് മാമയുടെ പാട്ട് പള്ളിയിലുണ്ടായിരുന്നു, നന്നായിട്ടുണ്ട്. മാം ഏത് പാട്ട് പാടിയത്? റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ വാ. കൈ എടുത്തോ. മതി കൈ എടുത്ത് ഇങ്ങനെ പോവാം. അപ്പോൾ ഇതാ നമ്മൾ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. അവിടെ പിള്ളേരെല്ലാവരും കൂടെ കിട്ടിയപ്പോൾ അതിനുശേഷം ഇതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ വേഗം തന്നെ പോയി അങ്ങോട്ട്. പിന്നെ കൂടുതലായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോൺ ഓഫായി. ഞാൻ അനിയൻ്റെയിൽ ഫോണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ ചാർജ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഫോൺ ഓഫായി, കാരണം ഒന്നും അധികം കിട്ടിയില്ല. അത് കഴിഞ്ഞതാ നമ്മുടെ സ്റ്റേജിൽ മറ്റേ ഡാൻസിൻ്റെ നമുക്ക് വേറെ ആൾക്കാർ അയച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാവുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ചാച്ചാ ബൈ ബൈ.